ധനുഷ് കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ശേഖർ കമ്മുല സംവിധാനം ചെയ്തിട്ടുള്ള ഏറ്റവും പുതിയ ബൈലിംഗ്വൽ സിനിമയായിട്ടുള്ള കുബേരയുടെ ആശയം വളരെ സിമ്പിളാണ്. പണക്കാരനും പാവപ്പെട്ടവനും തമ്മിലുള്ള അന്തരവും പണക്കാരൻ കൂടുതൽ പണക്കാരനും പാവപ്പെട്ടവൻ കൂടുതൽ പാവപ്പെട്ടവനും ആകുന്ന രീതിയിലുള്ള ഇപ്പോഴത്തെ എക്കണോമിക് സ്ട്രക്ചറും ഒക്കെയാണ് ഇവിടെ പരാമർശിക്കപ്പെടുന്നത്. ദരിദ്രനായ നായകനോട് പ്രേക്ഷകർക്ക് എമ്പതി തോന്നണമെങ്കിൽ അയാളുടെ യാതനകളും കഷ്ടപ്പാടുകളും പ്രേക്ഷകരെ കാണിക്കുന്ന ഭാഗം ഫലപ്രദമായിരിക്കണമെന്ന് സംവിധായകൻ അറിയാം. ദേവ എന്ന കഥാപാത്രത്തിന്റെ യാത്ര കാണിക്കാൻ വേണ്ടി വളരെ വിശാലമായിട്ട് തന്നെ അദ്ദേഹം സ്ക്രിപ്റ്റ് ഒരുക്കിയിട്ടുണ്ട്. കഥയിൽ ഒരു ഡ്രാമ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പല സ്ഥലത്തും ചില ഫ്രേസുകളെ നല്ല രീതിയിൽ പ്ലേസ് ചെയ്തിട്ടുണ്ടെങ്കിലും പരന്നു പോകുന്ന കഥ പറച്ചിലും പല സ്ഥലങ്ങളിലും ബ്രോഡ് സ്ട്രോക്ക് ആയിട്ട് മുന്നോട്ട് പോകുന്ന രീതിയും എല്ലാം കൂടെ കുബേരയെ കണ്ടു തീർക്കേണ്ടി വരുന്ന കാര്യമായ ഇമ്പാക്റ്റ് ഒന്നുമില്ലാത്ത ഒരു ഡ്രാമയാക്കി ഒതുക്കുന്നു. അതിധനികനായ ഒരു ബിസിനസ്മാന് ഒരു ദിവസം അയാൾക്ക് ഇനി അടുത്ത 15 കൊല്ലത്തേക്കും കൂടി ധനികനായിട്ട് തുടരാനുള്ള ഒരു അവസരം വന്നത് അറിയുന്നു. അത് നേടിയെടുക്കാനായിട്ട് അയാൾ അധികാരത്തിലുള്ളവരെ സ്വാധീനിക്കാൻ നോക്കിയപ്പോൾ കള്ളപ്പണ ഇടപാടിലൂടെ അവരെ കുറച്ച് സഹായിക്കാൻ ആ രാഷ്ട്രീയക്കാർ ആവശ്യപ്പെടുന്നു. എന്നാൽ സ്വന്തം തടി കേടാവാതെ ഈ ഒരു ബ്ലാക്ക് മണി ഇടപാട് എങ്ങനെ നടത്തണമെന്ന് നമ്മുടെ ധനികന് ഒരാൾ ഉപദേശം കൊടുക്കുന്നു. ആ ഉപദേശം എന്താണ്, അത് ഫോളോ ചെയ്യുന്നതിലൂടെ സംഭവിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നതൊക്കെയാണ് കുബേര എന്ന സിനിമയിൽ നമ്മൾ കാണുന്നത്. പടത്തിന്റെ ഏറ്റവും വലിയ ചാലഞ്ചും പടം പാളുന്നതും ഇതിലെ കേന്ദ്ര കഥാപാത്രത്തിന്റെ യാത്ര റിയൽ ആയിട്ട് തോന്നുന്ന രീതിയിൽ ആളുകളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നതിലാണ്. കഥയുടെ ഐഡിയയ്ക്ക് വളരെ ബേസിക് ആയ ഒരു ഫീൽ ഉണ്ട്, എന്നാൽ എഴുത്തിലൂടെ ആ കഥയ്ക്ക് നുവാൻസസ് കൊണ്ടുവരാൻ തിരക്കഥയ്ക്ക് സാധിക്കുന്നില്ല. ഇതിൽ നാഗാർജുന അവതരിപ്പിക്കുന്ന കഥാപാത്രം ഒരു പഴയ CBI ഉദ്യോഗസ്ഥനാണ്. സത്യസന്ധമായി ജോലി ചെയ്തതിന് തിരിച്ചടികൾ നേരിട്ട ഒരാളാണ് ആ കഥാപാത്രം. പക്ഷെ എന്തു ചെയ്താലും കുലുങ്ങില്ല എന്ന് തോന്നുന്ന രീതിയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത ആ കഥാപാത്രം സ്വന്തം എത്തിക്സ് മാറ്റിവെക്കുന്നത് പോലത്തെ തീരുമാനങ്ങൾ എടുക്കുന്നതൊക്കെ വളരെ സില്ലി ആയിട്ടാണ് സ്ക്രീനിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. ധനുഷ് അവതരിപ്പിക്കുന്ന ദേവ എന്ന കഥാപാത്രത്തെ ആനയുമായിട്ട് താരതമ്യം ചെയ്യുന്ന ഒരു ഡയലോഗ് ഈ സിനിമയിലുണ്ട്. ആ താരതമ്യം ഉപയോഗിച്ചിട്ടുള്ളത് എന്തൊക്കെ സംഭവിച്ചാലും ദേവയ്ക്ക് സഹായം ചെയ്തിട്ടുള്ള ആളെ തേടി അയാൾ വീണ്ടും വീണ്ടും വരും എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. സത്യം പറഞ്ഞാൽ ഒരു രീതിയിൽ സിനിമ കാണുന്ന നമുക്ക് വെറുപ്പിക്കലായിട്ട് തോന്നാൻ സാധ്യതയുള്ള ഒരു ക്യാരക്ടർ ട്രീറ്റിനെ വളരെ മിതമായ രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്ത ഒരു ലൈനായിരുന്നു അത്. പക്ഷേ കഥയിലെ ഓവർ ദ ടോപ്പ് സ്വഭാവം ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ എഴുത്തിലെ മികവുകളെ ഇല്ലാതാക്കി കളയുന്നുണ്ട്. വളരെ സില്ലി ആയിട്ടുള്ള ഫിൽമി ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റിനെ ഹാർട്ട് ടച്ചിങ് ആക്കുക എന്നൊരു ടാസ്ക് ഇതിൻ്റെ എഴുത്തിനുണ്ട്. പക്ഷേ കഥ മുന്നോട്ട് കൊണ്ടുപോകാൻ ശേഖർ കമ്മുല ഉപയോഗിക്കുന്ന ഇവൻറ്റുകളുടെ ഒരു സ്വഭാവം കാരണം നരേറ്റീവിന് നുവാൻസുകൾ നഷ്ടപ്പെടുകയാണ്. ഇതിലെ നെഗറ്റീവ് കഥാപാത്രങ്ങളൊക്കെ പറയുന്ന കാര്യങ്ങൾക്ക് ഒരു അമേച്വർ സ്വഭാവമുണ്ട്. 10-10,000 കോടി രൂപയൊക്കെ ഈഗോയുടെ പേരിൽ വേണ്ട എന്ന് പറയുന്ന വില്ലനെയൊക്കെയാണ് നമ്മളിവിടെ കാണുന്നത്. സിനിമയുടെ അവസാനത്തെ അരമണിക്കൂറിൽ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ ജീവന് വേണ്ടി ഓടുന്ന സിറ്റുവേഷനാണ് സ്ക്രീനിലുള്ളതെങ്കിലും അതിനൊന്നും ഒരു ലൈഫ് ഇല്ലാതെ നമ്മൾ ചുമ്മാ കണ്ടു തീർക്കുന്ന പോലത്തെ ഒരു അവസ്ഥയാണ്. ഇതിൽ രണ്ടാം പകുതിയിൽ ദേവയും സമീറയും തമ്മിൽ നടക്കുന്ന കുറച്ച് സംഭാഷണങ്ങൾ കാണുമ്പോൾ ഇതേ ഐഡിയയെ ഒരു ലവ് സ്റ്റോറിയുടെ പശ്ചാത്തലത്തിലും പറയാമായിരുന്നു എന്ന് തോന്നി. ദേവ എന്ന കഥാപാത്രത്തെ ഇന്നസെൻസ് നഷ്ടപ്പെടാതെ എന്നാൽ ലോകം കാണാത്ത ഒരാളെ പോലെ തോന്നിപ്പിക്കാതെ അവതരിപ്പിക്കാൻ ധനുഷിന് സാധിക്കുന്നുണ്ട്. ഒരു ആക്ഷൻ സ്റ്റാർ എന്ന മോഡിലേക്ക് സിനിമ പുള്ളിയെ കൊണ്ടുപോകാത്തത് കൊണ്ട് തന്നെ സ്വന്തം അഭിനയത്തിലെ സാധ്യതകൾ പ്രേക്ഷകർക്ക് മുന്നിൽ അവതരിപ്പിക്കാൻ ധനുഷിന് പറ്റുന്നുണ്ട്. ദീപക് എന്ന കഥാപാത്രത്തെ നോക്കുമ്പോൾ നാഗാർജുന തീർച്ചയായും ആ കഥാപാത്രം ചെയ്യാൻ പ്രാപ്തനായ ഒരു വ്യക്തി തന്നെയാണ്. പക്ഷേ എഴുത്ത് വളരെ മോശമായതുകൊണ്ട് തന്നെ അത്രയ്ക്ക് ഓർത്തിരിക്കാനുള്ള ചാലഞ്ചിങ് ആയിട്ടുള്ള ഒന്നും തന്നെ ആ കഥാപാത്രത്തിനില്ല. എമ്പതി ഉള്ള ഒരു മനുഷ്യനാണ് ദീപക്. പക്ഷേ ഈ സിനിമ ആ കഥാപാത്രത്തിന്റെ സ്വഭാവം സീനുകൾക്കനുസരിച്ച് മാറ്റുന്നത് കാണുമ്പോൾ അയാൾ ഒരു ദൃഢനിശ്ചയം ഇല്ലാത്ത മനുഷ്യനെ പോലെ നമുക്ക് തോന്നും. ഏതു നേരവും ദേഷ്യം പിടിച്ചിരിക്കുന്ന ക്യൂട്ട് ഗേൾ സോണിലാണ് രശ്മിക്ക് കിട്ടിയിട്ടുള്ള കഥാപാത്രം. പാവം ജിം സർബിന് എപ്പോഴും എക്സെൻട്രിക് ആയിട്ടുള്ള പണക്കാരൻ അധികാരമോഹി കഥാപാത്രങ്ങളെ ചെയ്യാനേ യോഗമുള്ളൂ. ഇങ്ങനെയുള്ള കഥാപാത്രങ്ങളുടെ എഴുത്ത് കാണുമ്പോൾ അയാളിലെ നടനെ ഇൻസൾട്ട് ചെയ്യുന്നതുപോലെ പലപ്പോഴും തോന്നാറുണ്ട്. കുബേര വളരെ അംബീഷ്യസ് ആയിട്ടുള്ള ഒരു ആശയമാണ്. തിരക്കഥയിൽ പല സ്ഥലത്തും ഡ്രമാറ്റിക് ആയിട്ടുള്ള പ്ലോട്ട് പോയിന്റുകൾ ഉള്ളത് കൊണ്ട് തന്നെ ഒരു ആലോചനാ ലെവലിൽ ഇതിന് ഒരു സിനിമയ്ക്കുള്ള സാധ്യത തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷേ ആശയത്തിൽ നിന്ന് സിനിമയിലേക്ക് കാര്യങ്ങൾ ഫ്ലഷ് ഔട്ട് ചെയ്യുമ്പോൾ ന്യൂആൻസസുകളെ സംവിധായകൻ മനഃപൂർവ്വം മറക്കുന്നു. അതുകൊണ്ട് തന്നെ ഫൈനാൻഷ്യൽ ഇനീക്വാലിറ്റി പ്രമേയമാണെങ്കിലും അത് വളരെ പെരിഫറലായിട്ട് മാത്രമേ സിനിമ എക്സ്പ്ലോർ ചെയ്യുന്നുള്ളൂ. സിനിമയുടെ അവസാന ഭാഗത്തേക്ക് നടക്കുന്ന റോൾ റിവേഴ്സ് റിവഞ്ച് പരിപാടിയൊന്നും ഒട്ടും വർക്കാകുന്നില്ല. ആ ഏരിയയിൽ സിനിമാറ്റിക് ലിബർട്ടി ഉപയോഗിച്ച് അവർ ചെയ്തിട്ടുള്ള പല കാര്യങ്ങളും വളരെയധികം മുഴച്ചു നിൽക്കുന്നുണ്ട്. ഇത്രയുമായിരുന്നു ഈ സിനിമയെക്കുറിച്ചിട്ടുള്ള എൻ്റെ റിവ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുമെന്നും കൂടുതൽ വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്നും പ്രതീക്ഷിക്കുന്നു. താങ്ക്